me a thumbs up. Sound is fine. Okay. All right. Hi, Saneem. Welcome to our I2E Knowledge series. Super happy to have you here. Hi, Jibin. Thank you for having me here. Absolutely. Saneem, maybe before we start, if you can give us a quick intro about yourself and your startup, that'd be great. Yeah. So about me, I'll start with my startup. So Sure. we we are a company that started while in college. I graduated out of NIT Calicut in 2015. The three of my co-founders are actually my batchmates, Okay. and we were doing random projects in college, as in fun projects, something related to the college as well. So you have things like കോളേജിൽ ഉണ്ടാവില്ല നമ്മുടെ ടെക് Correct. ഫെസ്റ്റ്, Other. ഇങ്ങനത്തെ കൾച്ചറൽ ഫെസ്റ്റ്, അതിൻ്റെയൊക്കെ അറൗണ്ട് ആയിട്ടുള്ള ഒരു ആപ്സ് അല്ലെങ്കിൽ വെബ്സൈറ്റ്സ് ഒക്കെ നമ്മൾ ചെയ്യുന്ന വർക്ക് ഉണ്ടായിരുന്നു. Right. പിന്നെ നമ്മുടെ തന്നെ ഓണായിട്ട് കുറെ എക്സ്പെരിമെന്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ വി യൂസ് ടു ഡു റാൻഡം പ്രോജക്ട്സ് വൈൽ ഇൻ കോളേജ്. Right. അങ്ങനെ വന്ന ഒരു കൺസെപ്റ്റ് നിന്നാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന പോയിന്റിലെത്തി. സോ വി സ്റ്റാർട്ടഡ് an app called Manglish Keyboard. Right. ആ ടൈമിൽ ദർ വാസ് റിയലി നോ ഗുഡ് സൊല്യൂഷൻ ടു ടൈപ്പ് ഇൻ മലയാളം ഓൺ യുവർ ഫോൺ. Right. അപ്പം ഗൂഗിൾ ഇൻഡി കീബോർഡ് പോലും ഇല്ലാത്തൊരു കാലമാണ്. Correct. പ്രോപ്പർലി അത്ര എളുപ്പത്തിൽ മലയാളം എഴുതാനൊരു സൊല്യൂഷൻ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ കോളേജിൽ ഇരിക്കുമ്പോൾ ചുമ്മാ വി വർ ഡിസ്കസിങ് ഹൗ ക്യാൻ വി ഡു ദിസ്. ലാപ്ടോപ്പിൽ യു ഹാഡ് ടൂൾസ് ലൈക്ക് ഈ ക്രോമിലൊക്കെ ഒരു ഗൂഗിൾ ഇൻപുട്ട് മെത്തേഡൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് ഫോണിൽ അത്ര എളുപ്പമുള്ള മെത്തേഡ്സ് ഇല്ല. Right. അപ്പോൾ അങ്ങനെ ഡിസ്കസ് ചെയ്തപ്പം വൺ ഓഫ് അസ്, എൻ്റെ കോ ഫൗണ്ടേഴ്സ് ഉണ്ട്, അജ്നാസ്, ജസീം ആൻഡ് അർജുൻ. അപ്പം അജ്നാസ് ആൻഡ് ജസീം ആ കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ്സ്, അർജുൻ നമ്മുടെ ഡിസൈൻ സൈഡാണ്, UX ഒക്കെ ചെയ്യുന്നതാണ്. Right. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഡിസ്കഷൻ വന്നപ്പോൾ പിറ്റേന്ന് അജ്നാസോ ജസീം, ഐ ഡോണ്ട് റിമെമ്പർ ഹൂം, ഇവർ ഒരു സാമ്പിൾ കോഡ് എടുത്തിട്ട് ഒരു വർക്കിംഗ് ഒരു MVP എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് വന്നു. അപ്പോൾ അത് ആക്ച്വലി യൂസ് ചെയ്തപ്പം ഭയങ്കര ബെയർ ബോൺസ് ആയിരുന്നു, ബട്ട് ഇറ്റ് വാസ് യൂസ്ഫുൾ. നമുക്ക് ആക്ച്വലി ടൈപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ ഇന്ന് ടൈപ്പ് ചെയ്താൽ ഞാൻ ഇന്ന് വരുന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ഗൂഗിളിൻ്റെ കുറച്ച് ടെക്നോളജിയും അവരുടെ കുറച്ച് APIs ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇറ്റ് വർക്ക് വെൽ. അങ്ങനെ അത് നമ്മുടെ അത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തു. അപ്പം ഒരു ക്യൂരിയോസിറ്റി ആണല്ലോ, നമ്മൾ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുമ്പം വളരെ പെട്ടെന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഒബ്വിയസ്ലി അപ്പുറത്തിരിക്കുന്ന ആൾ ചോദിക്കും, ഹൗ ആർ യു ഡൂയിങ് ദിസ്. അത്ര കാലം മുമ്പ് 2015 ആണ്. അന്ന് അത്ര പോപ്പുലർ അല്ല, ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ മലയാളം ടൈപ്പ് ചെയ്യുന്നൊന്നും അത്ര പോപ്പുലർ അല്ല. അങ്ങനെയാണ് ദാറ്റ്സ് ഹൗ വി സ്റ്റാർട്ടഡ് ആക്ച്വലി. എന്നിട്ട് ആ ആപ്പ് നമ്മൾ പബ്ലിഷ് ചെയ്തത് അറൗണ്ട് ഐ തിങ്ക് സെപ്റ്റംബർ ഓർ നവംബർ 2015 ആണ് ഫസ്റ്റ് പ്ലേ സ്റ്റോറിൽ പബ്ലിഷ് ചെയ്തത്. കുറച്ച് ഒന്ന് കാണാനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് പ്ലേ സ്റ്റോറിൽ പബ്ലിഷ് ചെയ്തു. പിന്നെ ആക്ച്വലി പിന്നെ അങ്ങോട്ട് ഒരു 2 ഇയേഴ്സിന് കംപ്ലീറ്റ്ലി ഓർഗാനിക് ഗ്രോത്ത് ആയിരുന്നു. നമ്മളതിൽ മാർക്കറ്റിംഗ് എഫേർട്ടോ അല്ലെങ്കിൽ അഡീഷണൽ എഫേർട്ടോ ഒന്നും ഇട്ടില്ല. തുടക്കത്തിൽ 1-2 പോപ്പുലർ ഫേസ്ബുക്ക് ഗ്രൂപ്പ്സിലൊക്കെ പബ്ലിഷ് ചെയ്തു. ഈ ആളുകൾ പീപ്പിൾ വർ ആക്ച്വലി ലുക്കിംഗ് ഫോർ ദിസ്. എങ്ങനെ എനിക്ക് ഫോണിൽ എളുപ്പത്തിൽ എഴുതാം വേഴ്സസ് ഇതിന്റെ ആൾട്ടർനേറ്റീവ്സ് അന്ന് ഉണ്ടായിരുന്നത് യു ഹാഡ് ടു ലുക്ക് അറ്റ് ലെറ്റേഴ്സ്. ഓരോ ലെറ്റർ, ആ എന്നുള്ള ലെറ്റർ നോക്കി, അല്ലെങ്കിൽ നാ എന്നുള്ള ലെറ്റർ പിന്നെ നാ എന്നാക്കണം, എന്നിട്ട് ഇന്ന് നോക്കണം. അങ്ങനെ ആയിരുന്നു മലയാളം ടൈപ്പ്. മെനി ടൈംസ് അത് കറക്റ്റ് ആയിട്ട് വരുമില്ല, എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു റൈറ്റ്. നമ്മളൊരു കോൺവെർസേഷന്റെ സ്പീഡിൽ വാട്സാപ്പിലൊന്നും ടൈപ്പ് ചെയ്യാൻ പറ്റില്ല ബേസിക്കലി. അപ്പോൾ അങ്ങനെയാണ് ദാറ്റ്സ് ഹൗ വി സ്റ്റാർട്ടഡ് വർക്കിംഗ് ടുഗദർ. നമ്മുടെ ഫൗണ്ടേഴ്സ് എല്ലാവരും കൂടി വർക്ക് ചെയ്തൊരു ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്നും വേണമെങ്കിൽ പറയാം ഈ സാധനത്തിന്. അങ്ങനെ അത് ഇറ്റ് വാസ് എ സൈഡ് പ്രൊജക്ട്. ഒബ്വിയസ്ലി വി വെന്റ് ഇൻ ടു സെപ്പറേറ്റ് ജോബ്സ് ആഫ്റ്റർ കോളേജ്. ഞാനൊരു സോഫ്റ്റ്വെയർ സ്റ്റാർട്ടപ്പിലായിരുന്നു ബാംഗ്ലൂർ, ഓട്ടോ നിഞ്ച എന്ന് പറയും. വി യൂസ് ടു ഡു CRM സോഫ്റ്റ്വെയർ ഫോർ കാർ ഡീലർഷിപ്സ്. ആ കമ്പനി ആക്ച്വലി ലാസ്റ്റ് ഇയർ അക്വയർ ഒക്കെ ആയി, ബട്ട് ദാറ്റ്സ് ദ സ്റ്റോറി. എവിടെ ഞാൻ വർക്ക് ചെയ്തത്, എൻ്റെ കോ-ഫൗണ്ടേഴ്സ് ഓരോരുത്തർ ഓരോ കമ്പനിയിലാണ്. ജസീം വർക്ക് അറ്റ് ഡെൽ, അജ്നാസ് ഹൈദരാബാദിലായിരുന്നു, സർവീസ് നൗ എന്ന് പറഞ്ഞൊരു കമ്പനി. അങ്ങനെ സോ ഇൻ 2017 നമ്മൾ ജോലിയൊക്കെ നിർത്തി ഇത് ഫുൾ ടൈം ചെയ്താലോ എന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തു. ആക്ച്വലി റൈറ്റ് ഇൻ ഏപ്രിൽ 2017. അപ്പോൾ ഇപ്പോൾ നമ്മൾ 3 ഇയർ കഴിഞ്ഞിരിക്കുകയാണ്. സോ നിങ്ങൾ ഈ വെൻ യു ഡിസൈഡ് ടു കം ബാക്ക് അല്ലേ, നിങ്ങൾ എല്ലാവരും തിരിച്ചു വരാൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റവന്യൂ ഒക്കെ ഉണ്ടായിരുന്നോ? കാരണം യു ആർ ഓൾറെഡി ഡൂയിങ് എ ജോബ്. കറക്റ്റ്. അത് ആക്ച്വലി ഒരു ഡിഫിക്കൽട്ട് ബെറ്റ് തന്നെ ആയിരുന്നു. ഈ പ്രൊഡക്റ്റ് വെച്ച് പോലും അല്ല നമ്മൾ ഫുൾ ടൈം ചെയ്യാൻ തീരുമാനിച്ചത്. ഇതൊരു ഞാൻ പറഞ്ഞ പോലെ ഒരു സൈഡ് പ്രൊജക്റ്റ് ആയിരുന്നു. ഇറ്റ് യൂസ് ടു ഹാവ് ഗുഡ് യൂസേഴ്സ്
അറൌണ്ട് അന്ന് എനിക്ക് തോന്നുന്നു നിയർലി 1 million ഡൗൺലോഡ്സ് ഒക്കെ ഉണ്ട്, 1 million ഓർ സ്ലൈറ്റ്ലി അബവ് ദാറ്റ്. Okay. അപ്പൊ നമ്പേഴ്സ് ഉണ്ട്, ബട്ട് വി ഡി നോട്ട് ഹാവ് മച്ച് റവന്യൂ ഇതിന്ന്. Okay. പിന്നെ നമ്മൾ ആക്ച്വലി ഫുൾ ടൈം ചെയ്യാൻ തുടങ്ങിയത് വാസ് അനദർ പ്രൊഡക്റ്റ്. നമ്മൾ എലഗൻ സർവേസ് എന്ന് പറഞ്ഞിട്ട്, ഇതും അഗെയിൻ വൈൽ ഇൻ കോളേജ് വി സ്റ്റാർട്ടഡ്. Okay. അതൊരു കസ്റ്റമർ ഫീഡ്ബാക്ക് സോഫ്റ്റ്വെയർ ആണ്. The idea is if you are at a restaurant or a hospital, Right. and you'd like to the restaurant owner would like to collect your feedback. Correct. അപ്പോൾ അത് റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ ഫീഡ്ബാക്ക് സ്ലിപ്പ് ഉണ്ടാവും, അതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് ഡിജിറ്റൽ വേർഷൻ, ഒരു ഒബ്വിയസ് യൂസ് കേസ് ആണത്. Right. അങ്ങനെ ഒരു സാസ് മോഡലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് ഒരു ബിസിനസ് അപ്ലിക്കേഷൻ ചെയ്തിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസ് ഇങ്ങനെ വരുന്നു. കോളേജിലായപ്പോൾ നമ്മുടെ ഒരു സീനിയർ ഉണ്ട്, അജാസ് എന്ന് പറഞ്ഞിട്ട്, ഹി യൂസ് ടു വർക്ക് ഇൻ ദുബായ്. അപ്പം അവരുടെ ഒരു യൂസ് കേസ് ഡിസ്കസ് ചെയ്താണ് നമ്മൾ ചെയ്ത് തുടങ്ങിയത്. Okay. അപ്പം വി മേഡ് ഇറ്റ് ആസ് എ ജനറിക് അപ്ലിക്കേഷൻ, ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ ബിൽഡ് ചെയ്ത ഒരു ഡാഷ്ബോർഡ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു ജനറിക് സോഫ്റ്റ്വെയർ ആക്കി ബിൽഡ് ചെയ്തു. Okay. So നിങ്ങൾ എലഗൻ സർവേസ് ആണ് ഒരു മെയിൻ ഫോക്കസ് ആയി എടുത്ത് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് വേർ ആർ യു എലഗൻസ് ബിക്കോസ് ഒബ്വിയസ്ലി റൈറ്റ്. സോ എലഗൻ സർവേസ് നമ്മൾ എടുക്കാൻ കാരണം വെൻ യു ആർ ലുക്കിംഗ് അറ്റ് us in 2017, നമ്മൾ we have these side projects, കീബോർഡ് ഉണ്ട് ഒരു സൈഡിൽ ഇങ്ങനെ പ്രൊജക്ട് ആയിട്ട്, ബട്ട് ദിസ് ഈസ് ദ പ്രൊഡക്റ്റ് ദാറ്റ് യൂസ് ടു ബ്രിങ് us റവന്യൂ, അറ്റ്ലീസ്റ്റ് ഈവൻ ഇഫ് വെരി സ്മോൾ, റൈറ്റ്? കറക്റ്റ്. അപ്പോൾ നമ്മുടെ ഒരു ബെറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഗ്രോ ഇറ്റ്, വി വിൽ സ്റ്റാർട്ട്, വി ക്യാൻ ഗ്രോ ഇറ്റ് ടു എ ബിഗർ നമ്പർ, ഒബ്വിയസ്ലി വി ക്യാൻ, ബിക്കോസ് അതായിരുന്നു ആ ഒരു ലോജിക്. അണ്ടർസ്റ്റുഡ്. അപ്പൊ ഇപ്പോഴത്തെ നിങ്ങളുടെ എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വെർ ഇസ് യുവർ ഫോക്കസ് റൈറ്റ് നൗ? നിങ്ങൾ എവിടെ ഏതിലാണ് കൂടുതൽ ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആൻഡ് ഹൗ ഡസ് ദ ഫ്യൂച്ചർ ലുക്ക് ലൈക്ക്? ഒന്ന്, ആൻഡ് ഐ കം ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആഫ്റ്റർ ദാറ്റ്. ഷുവർ. സോ ഇപ്പോഴത്തെ ഫോക്കസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ കീബോർഡ് തന്നെയാണ് നമ്മുടെ കോർ ഫോക്കസ് ഇരിക്കുന്നത്. കീബോർഡ് വി സ്റ്റാർട്ടഡ് വിത്ത് മംഗ്ലീഷ്, ബട്ട് ദെൻ വി എക്സ്പാൻഡഡ് ടു അതർ ലാംഗ്വേജസ് ലൈക്ക് ഹിന്ദി, തമിഴ്, മറാത്തി, എല്ലാ ടോപ്പ് ഇന്ത്യൻ ലാംഗ്വേജസ് എല്ലാം നമ്മൾ ഇപ്പോൾ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, യു ഹാവ് എ സ്ക്രീൻഷോട്ട് ഹിയർ. യെസ്. And I was super fascinated by seeing this. ഒരുപാട് ആപ്സ് ഉണ്ട്, and tons of languages also covered there. അതിനകത്ത് വിയറ്റ്നാമീസ് ഒക്കെ ഈവൻ അതൊക്കെ ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്തത് നമുക്ക് ചെയ്യാൻ ആക്ച്വലി. സോ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്, നമ്മൾ ഈ ടെക്നോളജി ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി ആ ലാംഗ്വേജിന്റെ സിസ്റ്റം മാത്രമേ ഉള്ളൂ, അതും നമുക്ക് അവൈലബിൾ ആണ്. വി ഹാവ് APIs, വി ഹാവ് സിസ്റ്റംസ് വെർ വി ക്യാൻ ബിൽഡ് ദാറ്റ്. അപ്പം നമ്മുടെ കോർ കൺസെപ്റ്റ് ഈസ് ട്രാൻസ്ലിറ്ററേഷൻ. നമ്മൾ നോൺ ലാറ്റിൻ ലാംഗ്വേജസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഇംഗ്ലീഷ് ലെറ്റേഴ്സിലുള്ള ഇപ്പോൾ നമ്മുടെ ഫ്രഞ്ച്, ജർമ്മൻ അങ്ങനത്തെ ലാംഗ്വേജസ് ഒക്കെ നോർമൽ QWERTY എളുപ്പം ടൈപ്പ് ചെയ്യാം. ബട്ട് ഇഫ് യു ട്രൈ ടു ടൈപ്പ് മലയാളം ഓർ ജാപ്പനീസ് ഓർ ഈവൻ വിയറ്റ്നാമീസ്, അത് പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ അങ്ങനത്തെ ലാംഗ്വേജസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ നമ്മുടെ മേജർ ഫോക്കസ് ആർ സ്റ്റിൽ ഇൻ ഇന്ത്യൻ ലാംഗ്വേജസ്. Got it. So, Saneem, എനിക്ക് ഞാൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്, whenever I see the apps that you're building, right, these are based on specific use cases. എല്ലാത്തിനും ഒരു സ്പെസിഫിക് യൂസ് കേസ്. The keyboard as a use case is there. There's a survey there, and also your Stickify story as well, right? How do you come up? നിങ്ങൾ എങ്ങനെയാണ് ഈ യൂസ് കേസസ് കണ്ടുപിടിക്കുന്നത്, and you start decide on building that? And also, how do you go about marketing എന്നുള്ള വേർഡ് കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല again, but how do you go about marketing these apps? App Store optimization. I know you guys are wizards on that. How do you go about doing that? So, നമ്മൾ യൂസ് കേസ് എന്ന് വെച്ചാൽ മംഗ്ലീഷിന്റെ യൂസ് കേസ്, ആസ് യു സെഡ്, ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് അവർ പെയിൻ പോയിന്റ്. പിന്നെ ഒബ്വിയസ്ലി വൺസ് വി ഹാഡ് ദി ടെക്നോളജി, മലയാളം ടൈപ്പ് ചെയ്യുന്നത് ഹിന്ദി ടൈപ്പ് ചെയ്യണമെങ്കിലും ദ കൺസെപ്റ്റ് ഈസ് സിമ്പിൾ. മലയാളത്തിൽ വരേണ്ടത് ഹിന്ദിയിൽ വരണം, ബാക്കിയെല്ലാം ഒരുപോലെയാണ്. ആജ് എന്ന് ടൈപ്പ് ചെയ്യുക, AJ എന്ന് ടൈപ്പ് ചെയ്താൽ ഹിന്ദി വരണം. അപ്പം ബാക്കി നമ്മൾ ഡെവലപ്പ് ചെയ്ത കീബോർഡ് അറൗണ്ട് ഡെവലപ്പ് ചെയ്ത തീംസ് അല്ലെങ്കിൽ ബാക്കി യൂസ് അത് വാട്ട് മേക്സ് എ കീബോർഡ് യൂസ്ഫുൾ ഈസ് ജസ്റ്റ് ടൈപ്പിംഗ്. അതിന്റെ ഈ കൺവേർഷൻ ആണ് നമ്മളെ ലാംഗ്വേജ് സ്പെസിഫിക്, ബാക്കിയെല്ലാം കോമൺ ആണ്. അപ്പം ഇറ്റ് വാസ് എൻ ഒബ്വിയസ് പാത്ത്. ബാക്കി ടോപ്പ് ഇന്ത്യൻ ലാംഗ്വേജസിലേക്ക് പോവുക, ഹിന്ദിയിലേക്ക്, തമിഴിലേക്ക്, മറാത്തി, അത് മൂന്നുമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഹിന്ദി ആക്ച്വലി ഈസ് വെരി ബിഗ്. മലയാളം, ടോട്ടൽ മലയാളം സ്പീക്കേഴ്സ് ഇന്ത്യയിൽ 35 million സ്പീക്കേഴ്സേ ഉള്ളൂ. ഹിന്ദി ഹാസ് മോർ ദാൻ 500 million. അപ്പോൾ അത്രയും ബിഗർ മാർക്കറ്റ് ആണ്. അപ്പം വി ഹാവ് ടു ഗെറ്റ് ഇൻ ടു ദാറ്റ്. അപ്പം അതിലേക്ക് നമ്മൾ ഇറങ്ങി. പിന്നെ സ്റ്റിക്കിഫൈ ആൻഡ് സ്റ്റിക്കർ സ്റ്റോർ, അത് വന്നത് ഈ സംതിങ് ലൈക്ക് വാട്സാപ്പ് 2018 വി വർ ഹിയറിംഗ് റൂമേഴ്സ് വാട്സാപ്പ് ഈസ് ഗോയിങ് ടു മേക്ക് ദിസ്
സ്റ്റിക്കർ ഫംഗ്ഷനാലിറ്റി. സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നില്ല അന്ന്, ഇമേജസ് വീഡിയോസ് മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. Right. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഒരു സ്ട്രോങ് ടെക്നിക്കൽ ടീമും നമ്മളെ അടുത്തുണ്ട്. അപ്പം അറൌണ്ട് നവംബർ ആണ് സ്റ്റിക്കേഴ്സ് ആക്ച്വലി ബീറ്റ റിലീസ് ആയത്. ബീറ്റ ആണോ പബ്ലിക് ആണോ ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി, ബട്ട് യാ, അപ്പോഴാണ് നമുക്ക് സ്റ്റിക്കേഴ്സ് കൈ കിട്ടിയത്. അപ്പം വാട്സാപ്പ് അത് ചെയ്ത രീതി ഒരു യുണീക്ക് രീതിയിലാണ് ചെയ്തത്. അവർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടി they did not have their own store or they did not have a place where you can create stickers. Correct. വാട്സാപ്പ് ബിൽഡ് ചെയ്യുന്ന രീതി, ദേ ഷെയർഡ് ആൻ ഓപ്പൺ സോഴ്സ് റെപ്പോസിറ്ററി. നമ്മുടെ സ്റ്റിക്കേഴ്സ് അതിലിട്ടിട്ട് യു പബ്ലിഷ് ഓൺ പ്ലേ സ്റ്റോർ ആൻഡ് ദെൻ കണക്ട് ത്രൂ വാട്സാപ്പ് ആസ് എൻ ആപ്പ്. അത് ഭയങ്കര ഇല്ലോജിക്കൽ അല്ലേ വെൻ യു ലുക്ക് അറ്റ് ഇറ്റ്? ബിക്കോസ് ഓരോ സ്റ്റിക്കർ പാക്കിനും ഞാനൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് തോന്നിയ ഒരു കൺസെപ്റ്റ് ആണ്, വിൽ മേക്ക് ഇറ്റ് ലൈക്ക് എ പ്ലേ സ്റ്റോർ ഫോർ സ്റ്റിക്കേഴ്സ്. So that's where Stickify store starts. Okay. Again, adding to the question that I had, how do you go about marketing these, optimizing your apps, and make it visible to more users? Are there any specific things that you do, or best practices following? I'll talk about Stickify. Stickify in the case was something ആ ടൈമിലുള്ള പീക്ക് ഡിമാൻഡാണ് നമുക്ക് കിട്ടുന്നത്. ആ ടൈമിൽ there were no good apps. ഇങ്ങനെ സ്റ്റിക്കേഴ്സ് കിട്ടുന്ന നല്ല സൊല്യൂഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ആ റൈറ്റ് ടൈമിലാണ് നമ്മൾ വരുന്നത്. ഇറ്റ് വർക്ക് റിയലി വെൽ ആസ് വെൽ. യൂസേഴ്സ് ഒക്കെ ഹാപ്പി ആയിരുന്നു. അപ്പം ഈ സ്റ്റിക്കേഴ്സിന്റെ ഒരു രീതി എന്ന് വെച്ചാൽ, ഒരാൾ സ്റ്റിക്കർ സെൻഡ് ചെയ്താൽ ദ അതർ പേഴ്സൺ ക്യാൻ ക്ലിക്ക് ഓൺ ദ സ്റ്റിക്കർ ആൻഡ് ക്ലിക്ക് വ്യൂ മോർ. അതിൽ നിന്ന് അവർ ആപ്പ് ഗെറ്റ്സ് ഇൻസ്റ്റാൾഡ്, റൈറ്റ്? So basically the concept is, if you need more of these stickers, install our app. So അതൊരു വൈറൽ ലൂപ്പ് കൊണ്ടുവന്നു കുറച്ച്. പിന്നെ ഈ സ്റ്റിക്കർ മേക്കർ ആൻഡ് സ്റ്റിക്കിഫൈ സ്റ്റോർ. സോ ഇതിൽ വി സ്റ്റാർട്ടഡ് വിത്ത് ദ സ്റ്റോർ. നമ്മുടെ ഓൺ സ്റ്റിക്കേഴ്സ് പബ്ലിഷ് ചെയ്യുന്ന സ്റ്റോർ ആയിരുന്നു. പിന്നെ വി മെയ്ഡ് ദിസ് മേക്കർ ഫംഗ്ഷനാലിറ്റി. ഒരു ഫോട്ടോ എഡിറ്റർ പോലെ നമുക്ക് സ്വന്തം ഇമേജസ് എടുത്ത് എഡിറ്റ് ചെയ്ത് ടെക്സ്റ്റ് ഒക്കെ ആഡ് ചെയ്ത് സ്റ്റിക്കേഴ്സ് ആക്കാം. ഇറ്റ് ബ്രോട്ട് ഇൻ ഈവൻ മോർ ഗ്രോത്ത്, ബിക്കോസ് നമുക്ക് കൺട്രോളിലും അപ്പുറം ആളുകൾ അവരുടെ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ അവരുടെ ഓരോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ വരെ പല സ്റ്റിക്കേഴ്സ്, ഇപ്പോൾ നമ്മൾ ബ്രസീലിലൊക്കെ ആൾക്കാർ നമ്മുടെ ആപ്പ് ഉപയോഗിച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ട് ഓരോ റീസണും അല്ലെങ്കിൽ ഓരോ പൊളിറ്റിക്കൽ ഇവന്റ്സ് നടക്കുമ്പോൾ വരെ സ്റ്റിക്കേഴ്സ് വരും. അത് വൈറലാവും, അതിൽ നിന്ന് കുറെ ഇൻസ്റ്റാൾ വരും. സോ ഇറ്റ് വാസ് എ റിയലി നൈസ് ലൂപ്പ്. ഇത് പോസിബിൾ ആക്കിയത് ആക്ച്വലി നമ്മുടെ പ്ലേ സ്റ്റോർ ഒപ്റ്റിമൈസേഷൻ തന്നെയാണ്. ബിക്കോസ് പ്ലേ സ്റ്റോറിൽ ഇഫ് യു ഗോ ആൻഡ് സെർച്ച് ഫോർ സ്റ്റിക്കർ മേക്കർ, നമ്മുടെ ആപ്പ് ടോപ്പിൽ വരും ആ ടൈമിൽ. അതുപോലെ ഇഫ് യു സെർച്ച് ഫോർ ഈവൻ അറ്റ് സം പോയിന്റ് വാട്സാപ്പ് എന്ന് സെർച്ച് ചെയ്താൽ സ്റ്റിക്കിഫൈ സ്റ്റോർ വരുമായിരുന്നു ഇൻ 6th or 7th പൊസിഷൻ. Okay, great. So Saneem, maybe if you can talk a little bit about, നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ റവന്യൂവിൽ ആ ഇൻഫ്ലക്ഷൻ പോയിന്റ് കണ്ടത്, that you realize that this is going to be big, or you are on a growth path? എപ്പോഴാണ് അത് റിയലൈസ് ചെയ്തത്, and how is it going so far, the growth journey, and recent times, has it positively or otherwise impacted you as well? റൈറ്റ്. നമ്മൾ ആസ് ജിബിൻ സെഡ്, ജോബ് നിർത്തുമ്പം ഇറ്റ്സ് എ ഹാർഡ് ഡിസിഷൻ. നമുക്കൊരു 4-5 months റൺവേ വേണമെങ്കിൽ ഉണ്ടാവും, ബിക്കോസ് വി ആർ ബാച്ചിലേഴ്സ്. നമുക്ക് ഫാമിലിനെ അധികം സപ്പോർട്ട് ചെയ്യാനില്ല. ബട്ട് യു സ്റ്റിൽ ഹാവ് എ റൺവേ. നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പോയാൽ വി ഹാഡ് സംതിങ് ലൈക്ക് 5-6 months. അപ്പോൾ ആൻഡ് വി സ്റ്റാർട്ടഡ് വിത്ത് എ ബിസിനസ് പ്രോഡക്റ്റ്. ബേസിക്കലി takes a long time to become profitable or to get good revenues, right? അപ്പോൾ എലഗൻ സർവീസ് വെച്ച് നമ്മൾ തുടങ്ങി. കുറച്ച് ക്ലയൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അത് പതുക്കെ ഗ്രോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഒരു പ്രഡിക്ഷൻ, നമ്മളും ഫ്രഷ് ഫൗണ്ടേഴ്സ് ആണ്, ഫസ്റ്റ് ടൈം ഫൗണ്ടേഴ്സ് ആണ്, നമ്മുടെ ഒരു പ്രഡിക്ഷൻ പോലെ ആയിരുന്നില്ല ആ കാൽക്കുലേഷൻ. അപ്പോൾ സംവെയർ അറൌണ്ട് ഐ തിങ്ക് സെപ്റ്റംബർ 2017 ആണ് നമ്മൾ കീബോർഡ്സ് മോണിറ്റൈസ് ചെയ്യാൻ തുടങ്ങി. മോണിറ്റൈസിങ് ആസ് ഇൻ അതിൽ ഈ എന്ത് പോസിബിലിറ്റീസ് ആണുള്ളത് അറൌണ്ട് അഡ്വർടൈസിങ്. കാരണം കൺസ്യൂമർ ആപ്സ് നമ്മൾ നോക്കുമ്പോൾ ബാക്കി ഇങ്ങനത്തെ കൺസ്യൂമർ പ്രൊഡക്ട്സ് എല്ലാം അഡ്വർടൈസിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഈവൻ അതർ ഇൻഡിപെൻഡന്റ് ആപ്ലിക്കേഷൻസ് ലൈക്ക് സേ പിക്സാർട്ട്, അങ്ങനെ കുറെ ആപ്ലിക്കേഷൻസ്. അപ്പോൾ യു ഹാവ് എ ബൾക്ക് ഓഫ് യൂസേഴ്സ്. അവർക്ക് ആക്ച്വൽ മണി പേ ചെയ്യാൻ അല്ലെങ്കിൽ അതിനൊരു റീസൺ ഇല്ല, ബട്ട് ദേ ആർ വില്ലിംഗ് ടു ലുക്ക് അറ്റ് ആഡ്സ്. അപ്പോൾ അതിന്റെ അറൗണ്ട് എന്തൊക്കെ പോസിബിലിറ്റീസ് ഉള്ളതെന്ന് എക്സ്പ്ലോർ ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ചെറിയൊരു എക്സ്പെരിമെന്റ് പോലെ കുറച്ച് യൂസേഴ്സിന് ഓരോ ഡിഫറെന്റ് ഫോർമാറ്റ്സ് ഓഫ് ആഡ്സ് നമ്മൾ ട്രൈ ചെയ്തു. അങ്ങനെ
അപ്പോൾ ആ പോയിന്റിൽ നമുക്ക് മനസ്സിലായി, ഇഫ് യു ഹാവ് ആൻ ആക്റ്റീവ് യൂസർ ബേസ് ഓഫ് സംതിങ് ലൈക്ക് 1 million യൂസേഴ്സ് ഓർ അങ്ങനത്തെ ഒരു ബേസ് നമ്പർ യൂസർ ഉണ്ടെങ്കിൽ Right. അഡ്വർടൈസിങ് ലുക്സ് ഇൻട്രസ്റ്റിംഗ്. അതിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് കുറെ ഒപ്റ്റിമൈസേഷൻസ് ചെയ്താൽ യു ക്യാൻ ഫൈൻഡ് എ ഗുഡ് ഫിറ്റ്. Absolutely. So what is ആ the ടൈമിലാണ് നമ്മൾ, സോ വാട്ട് ഐ വാസ് സെയിങ് ഈസ് അറൗണ്ട് ആ ടൈം, അറൗണ്ട് സെപ്റ്റംബറിലാണ് നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് കീബോർഡിൽ കൊടുക്കാൻ തുടങ്ങി. അതുവരെ മറ്റേ പ്രൊഡക്റ്റ് തന്നെയായിരുന്നു ഫോക്കസ്. പിന്നെ ഫോർ അബൌട്ട് അറൌണ്ട് 2 years ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഒരു സ്പ്ലിറ്റ് ഫോക്കസ് ആയിരുന്നു. കീബോർഡ്സ് ഉണ്ട് ഒരു ഭാഗത്ത്, സ്റ്റിൽ സ്റ്റിക്കിഫൈ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കീബോർഡ്സ് ഉണ്ട്, എലഗൻസ് സർവേസ് ഉണ്ട്, ബോത്ത് വർ ഡൂയിങ് ഗുഡ്. രണ്ടിലും ഒരു ഗ്രോത്ത് പാത്ത് ഉണ്ടായിരുന്നു. okay. സോ അങ്ങനെ, ബട്ട് നമ്മുടെ സസ്റ്റെയിൻ ചെയ്യുന്ന റവന്യൂസ് ഒക്കെ കീബോർഡിൽ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. Okay, got it. ആൻഡ് വി വർ എ വെരി സ്മോൾ ടീം, സോ വി കുഡ് ഡു ദാറ്റ്. Right. So, which brings to my next question: how big is your team, and specifically also who was the first hire or the first position that you hired, and how big is your team now, and how has the remote work actually impacted as well? ടീം ഇപ്പോഴും യു ക്യാൻ സൈ ഇറ്റ് സ്മോൾ ഫോർ എ 3-year-old കമ്പനി, റൈറ്റ്? സോ നമ്മളിപ്പം ഒരു 9-member ടീമാന്ന് പറയാം. We did a hire today actually, first remote hire on a remote company. Adivali. so അപ്പോൾ 9 members, അതിൽ 4 of us are co-founders. Right. പിന്നെ 3 developers ഉണ്ട്. Okay. ഡെവലപ്പേഴ്സ് അറൗണ്ട് ആൻഡ്രോയിഡ് തന്നെ. പിന്നെ ഒരാൾ ഗ്രാഫിക് ഡിസൈൻ എക്സെട്ര ചെയ്യുന്ന ഒരാളുണ്ട്, ഗ്രാഫിക് UI ഡിസൈൻ ഒക്കെ ചെയ്യുന്ന ഒരാളുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ഇന്ന് എടുത്തെന്ന് പറഞ്ഞ ആൾ ഈസ് അറൗണ്ട് കുറച്ച് നമ്മുടെ ടെക്നോളജിയിൽ കുറച്ച് റിസർച്ച് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ അറൗണ്ട് ലാംഗ്വേജ് ടെക്നോളജി, നമുക്ക് ഈ ഡീപ്പ് ലേണിംഗ് അതുപോലെ NLP ഒക്കെ വെച്ച് കുറച്ച് റിസർച്ച് നമ്മൾ ഇൻഹൗസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് എക്സ്റ്റെൻസീവായിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഹയറാണ്. Got it. Okay. So before I go to my next question, how many users do you have? The number of users that you have currently across apps or across the whole product line? Across apps എന്ന് പറഞ്ഞാൽ we'll have about 10 million monthly active users across these apps total. Okay. 10 million monthly active users. Cool. Okay. So 10 million monthly active users എന്ന് പറയുമ്പോൾ total downloads will be somewhere around 30 million or so. 30 million also. Okay, cool. So before we move into our next segment, I have 2 questions for you. One is actually more than 2 questions. The first thing is, you have been bootstrapped so far. Why did you make that decision? And what is your thesis behind it? And in future also, is it going to change, or what are you looking at? So നമ്മുടെ ഒരു ഐഡിയോളജി വാസ്, നമുക്കൊരു ഫ്രീഡം വേണം. വൺസ് യു എൻ്റെ ഒരു തിസീസ് ഈസ് ലൈക്ക് യു ക്യാൻ ടേക്ക് ഇൻവെസ്റ്റ്മെന്റ്, ബട്ട് വെൻ യു ആർ റെഡി ടു ബിക്കം എ റോക്കറ്റ് ഷിപ്പ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എത്തുമ്പം ഇൻവെസ്റ്റ്മെന്റ് എടുക്കാം. അല്ലെങ്കിൽ ഇഫ് യു ആർ ഗോയിങ് ടു ഫോക്കസ് ഓൺ എ സ്പെസിഫിക് പ്രോബ്ലം ദാറ്റ് ക്യാൻ ബ്രിങ് millions of dollars in revenue at some point in future, but you have to sustain it till that point. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എത്തുമ്പം ഇൻവെസ്റ്റ്മെന്റ് എടുത്ത് യു ക്യാൻ ട്രൈ ടു ഹിറ്റ് ദാറ്റ് പോയിന്റ്. നമ്മൾ ചെയ്യുന്ന ഇതുവരെ ബൂട്ട് സ്ട്രാപ്ഡ് ആയിട്ട് പോയതിന്റെ അപ്രോച്ച് വാസ്, ഒന്ന് വി ഹാഡ് സം റവന്യൂസ്, ഇത് കൊണ്ടിട്ട് വേർ ആർ വി ട്രൈങ് ടു റീച്ച് വിത്ത് ദിസ്, അതിന് നമ്മളൊരു ക്ലാരിറ്റി ഉണ്ടാക്കി എന്ത് സ്പെസിഫിക് സാധനത്തിൽ ഫോക്കസ് ചെയ്താലാണ് ആർ യു ഗോയിങ് ടു ബിക്കം എ $100 million കമ്പനി ഓർ $1 billion കമ്പനി എന്നുള്ളത് നമ്മളിപ്പോഴും എക്സ്പ്ലോർ ചെയ്യാന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പം അങ്ങനത്തെ ഒരു ഗ്രോത്ത് പാത്ത് കണ്ടിട്ട് ഇൻവെസ്റ്റ്മെന്റ് എടുക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു തിസിസ്. Got it. Okay. So my next question is around partnerships. At this point in time, are you looking at partnerships? It can be anything, any particular customers or any particular segment that you're looking at partnering, or people that you're partnering. ഇപ്പൊ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സാധനം, സോ വി ആർ എ കൺസ്യൂമർ പ്രോഡക്റ്റ് അറൌണ്ട് കീബോർഡ്സ്, റൈറ്റ്? സോ ഈ ഒരു സൈഡിന്റെ ഇപ്പുറത്ത്, ലൈക്ക് കീബോർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ നാറ്റീവ് ലാംഗ്വേജ് വെർണാക്കുലർ ലാംഗ്വേജ് ആപ്പ് പോലത്തെ ഒരു കൺസെപ്റ്റാണ്. വി ഹാവ് ഹിന്ദി, തമിഴ്, മറാത്തി, അങ്ങനെ ഇന്ത്യയിലെ എല്ലാ ടോപ്പ് ലാംഗ്വേജസും ഉണ്ട്. അതിന്റെ അറൗണ്ടുള്ള ട്രാൻസ്ലിറ്ററേഷൻ ടെക്നോളജി ഉണ്ട്, വിച്ച് വി ആർ ട്രൈങ് ടു ഇംപ്രൂവ്. ട്രാൻസ്ലിറ്ററേഷൻ പ്ലസ് വോയിസ് ടു ടെക്സ്റ്റ്, ടെക്സ്റ്റ് ടു വോയിസ്, അങ്ങനത്തെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഈ ടേക്കേഴ്സ് ഫോർ ദിസ് ടെക്നോളജി ഈസ് ഗോയിങ് ടു ബി ഓൺ ദി അതർ സൈഡ്, എന്റർപ്രൈസസ്, റൈറ്റ്? അപ്പം enterprises who are interested in use cases around this, ഇപ്പം
ഒരു റാൻഡം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോൾ സെൻറ്റേഴ്സ് ആണ്. നമ്മൾ മലയാളത്തിൽ ഒരു കോൾ സെൻറ്ററിനെ വിളിച്ചാൽ അവർക്ക് ഇതിൻ്റെ ടെക്സ്റ്റ് സ്ക്രിപ്റ്റ് ബേസിക്കലി വോയിസ്, കാരണം ഇവർക്ക് റിവ്യൂ ചെയ്യുമ്പോൾ ഇപ്പോൾ മാനേജേഴ്സ് റിവ്യൂ ചെയ്യുകയാണെങ്കിൽ വോയിസിൽ റിവ്യൂ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്, അവർക്ക് ടെക്സ്റ്റ് കിട്ടിയാൽ ഭയങ്കര യൂസ്ഫുൾ. അങ്ങനത്തെ കുറേ യൂസ് കേസസ് ഉണ്ട്. അപ്പോൾ അത് സം ഓഫ് ദ യൂസ് കേസസ് ആർ ബീങ് സോൾവ് ബൈ കമ്പനീസ് ദാറ്റ് ആർ ഓൾറെഡി ദർ, ബട്ട് ദിസ് ബീങ് എ ഹ്യൂജ് സ്പേസ്, റൈറ്റ്? ഇന്ത്യ ഇപ്പോഴും ഇന്ത്യ ആസ് ഇൻ ടെക്നോളജി അറൌണ്ട് വെർണാക്കുലർ ലാംഗ്വേജസ് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടില്ല. ഗൂഗിളിലൊക്കെ ഇതിൽ കുറേ കാലമായിട്ട് പ്ലേയേഴ്സ് ആയിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ദർ ഇസ് എ ഗുഡ് സ്കോപ്പ് ഫോർ ഗോയിങ് ഡീപ്പർ ഇൻ ടു ദിസ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സോൾവ് ആവാത്തൊരു പ്രോബ്ലം ഉള്ള ഒരു പാർട്ട്ണർ സോൾവ് ആവാത്ത പ്രോബ്ലം ഉള്ള ഒരു യൂസ് കേസ് ഉണ്ടെങ്കിൽ വി മൈറ്റ് ബി ഏബിൾ ടു ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് സീ ഹൗ വി ക്യാൻ സോൾവ് ഇറ്റ് ഓർ വി ക്യാൻ എക്സ്പ്ലോർ ഇറ്റ് ഫർദർ. അങ്ങനത്തെ പാർട്ട്ണർഷിപ്സ് നമ്മൾ നോക്കുന്നുണ്ട് ഓൺ ദ ബിസിനസ് സൈഡ്. Understood. Okay, got it. So before we move on to our rapid fire round, two quick questions. First one, are there any companies that you wish you co-founded? Companies that I wish I co-founded എന്ന് ചോദിച്ചാൽ there will be a lot of companies. നമ്മളിങ്ങനെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ കേസ് നോക്കുമ്പോൾ നമ്മൾ കാണില്ലേ, ലൈക്ക് കമ്പനീസ് ലൈക്ക് സ്ട്രൈപ്പ് ഒക്കെ ശരിക്കും വെരി ഇൻട്രസ്റ്റിംഗ് യൂസ് കേസ് ആണ്. ഹൗ ദേ ഗോട്ട് ഇൻ ടു ദേ സോൾവ് എ പ്രോബ്ലം ദാറ്റ് വാസ് ഓൾറെഡി ബീങ് സോൾവ് ബൈ എ ലോട്ട് ഓഫ് കമ്പനീസ്, ബട്ട് അവരത് നന്നായിട്ട് ചെയ്തു and then they went big. അങ്ങനത്തെ കുറേ യൂസ് കേസസ് ഉണ്ട്. സോ there will definitely be more than one of them. A quick note there. Earlier in the day, I was doing a session with Suraj Caramel. Surajnod I same question ചോദിച്ചു, and he answered exactly the same. He also wanted to co-found Stripe എന്നാണ് Suraj പറഞ്ഞത്. But yeah. And the next question is, which is your favorite book or the author for that matter? So അത് actually it changes all the time. സോ ഇറ്റ്സ് നമ്മൾ ഇപ്പോൾ വായിക്കുന്നത് എന്താണ് അതിന് റൗണ്ട് ആയിരിക്കും ഇതിങ്ങനെ മാറി വരിക. സോ ഒരു ഓതർ ദാറ്റ് ഐ ഫൈൻഡ് വെരി ഫാസിനേറ്റിംഗ് ഈസ് വാൾട്ടർ ഐസാക്സൺ. പുള്ളി ഇരുന്നിട്ട് ഇത്രയും ആളുകളുടെ ബയോഗ്രഫി, ഹ്യൂജ് ബുക്സ് ഇത്രയും സ്കെയിലിൽ എങ്ങനെ ക്വാളിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഐ ഹാവൻ ഫിഗർഡ് ഔട്ട് ഹൗ ഹി ഈസ് ഏബിൾ ടു ഡു ദാറ്റ്. പിന്നെ ബുക്സ് അറൗണ്ട് ഐ റീഡ് എ ലോട്ട് ഓഫ് ബുക്സ്. സോ ആ ഫേവറേറ്റ് ഓതർ കണ്ടിന്യൂസ് ചേഞ്ചിങ്. Awesome. So with that, we come to the end of our segment and we move on to our rapid fire segment. We have a couple of questions, nothing serious. Sure. So you can take 5-10 seconds and answer them. So with that, we'll go to our first question. Describe your startup in 2 words. Startup in 2 words. Okay. I'll say bootstrapped and profitable. Interesting combination. Okay. Okay. What product would you refuse to promote? A product which the user will find harmful or a user അത് യൂസ് ചെയ്താൽ നെഗറ്റീവ്. ഇപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ സംതിങ് അറൌണ്ട് ദീസ് പേയ്ഡേ ലോൺസ് ആൻഡ് ഓൾ, റൈറ്റ്? ഇപ്പം ഈവൻ കമ്പനീസ് ലൈക്ക് ഗൂഗിൾ ബാൻ പേയ്ഡേ ലോൺസ് ഫ്രം ദെയർ ആപ്സ്. അങ്ങനെ ഭയങ്കര യൂസറുടെ സൈക്കോളജി വെച്ച് നമ്മൾ നെഗറ്റീവ്ലി യൂസ് ചെയ്യുന്ന ഒരു ബിസിനസ് സൈഡ് ഉണ്ട് കുറേ. സംതിങ് ദാറ്റ്സ് ആക്ച്വലി ഹാർംഫുൾ ഫോർ ദം ബട്ട് ദേ ആർ വില്ലിംഗ് ടു പാർട്ട് വിത്ത് ദെയർ മണി. അങ്ങനത്തെ പ്രൊഡക്ട്സ് ഐ വിൽ നോട്ട് പ്രൊമോട്ട്. Cool. Okay. So what is one food you wouldn't want to give up? Chai. Okay. If you could teach any subject, what would it be? I like teaching students. Subject എന്നല്ല, but അവർക്ക് ക്യൂരിയോസിറ്റി ഈസ് വെരി എക്സൈറ്റിംഗ്, റൈറ്റ്? നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അവർ മനസ്സിലാക്കുമ്പോൾ. സോ എനി സബ്ജക്ട്, ബട്ട് കിഡ്സ് ടീച്ചിങ് ദം ആൻഡ് മേക്കിംഗ് ദം ആക്ച്വലി അണ്ടർസ്റ്റാൻഡ്. Cool. Okay. So the next question is your best memory associated with, Clustered, your organization. My best memory associated with my organization. Lot of memories are there. അതിൽ ബെസ്റ്റ് എന്ന് വെച്ചാൽ would be the day that we decided we are going to start this. Awesome. Okay, sounds good. Full time on this. Absolutely. So with that, we come to the end of our rapid fire segment as well. Before we break, we have a small ask for you, which is നമ്മളിപ്പോൾ നമ്മുടെ ഈ ചാറ്റ് പോലെ
if you can, recommend us one founder that you would like to see this chat. It can be anyone. It can be a wish list also. But if you can recommend someone and if you can give an intro, nothing like it. But someone like you can recommend for our knowledge series. എൻ്റെ ഒരു നെറ്റ്വർക്കിലുള്ള ഐ തിങ്ക് ഫൗണ്ടേഴ്സ് ലൈക്ക് സെലി ആൻഡ് ഓൾ യു are already in touch. പിന്നെ നമുക്ക് റൈറ്റ് സെലി അങ്ങനത്തെ ഫൗണ്ടേഴ്സ് യു ആർ ഓൾറെഡി ഇൻ ടച്ച്. വേറെ ഇപ്പം ഔട്ട് ഓഫ് ദി ബോക്സ് ആരെ റെക്കമെൻഡ് ചെയ്യാൻ നോക്കട്ടെ. I'll get back to you. We can pick it up offline as well. Yeah, absolutely. So with that, we come to the end of our rapid fire as well. And with that, we come to the end of our segment. Saneem, absolute pleasure having you. Thanks a lot for doing this. It has been a great pleasure speaking with you and sharing your story. Same, Jibin. Thank you so much. Thank you for inviting me here. After things are over, we'll definitely meet up again and for chai. We'll meet for chai. All right. Yes.